വിദേശ രാജ്യങ്ങളുടെയും മനുഷ്യാവകാശ സംഘടനകളുടെയും കടുത്ത എതിർപ്പിനെ അവഗണിച്ച് ഇസ്രായേലി പൗരന്മാരെ ലക്ഷ്യം വയ്ക്കുന്ന പലസ്തീനുകൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന വിവാദ നിയമം ഇസ്രായേൽ പാർലമെന്റായ നെസെറ്റ പാസാക്കി. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ് ഈ നിയമനിർമ്മാണം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് പിന്തുണ അറിയിച്ച വോട്ടെടുപ്പിൽ 48-നെതിരെ 62 വോട്ടുകൾക്കാണ് ബില്ല് പാസ്സായത്. ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ് ഇതോടെ നടപ്പിലായിരിക്കുന്നത്. സഭയ്ക്കുള്ളിലെ വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് നിർണായകമായ ഈ തീരുമാനം പുറത്തുവന്നത്. പുതിയ നിയമപ്രകാരം ഇസ്രായേൽ പൗരന്മാരെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് സൈനിക കോടതികൾ ശിക്ഷിക്കുന്ന പലസ്തീനുകളെ 90 ദിവസത്തിനുള്ളിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കാം. കുറ്റവാളികളെ എത്രയും വേഗം വധിക്കണമെന്ന വലതുപക്ഷത്തിന്റെ കടുംപിടുത്തമാണ് നിയമത്തിൽ പ്രതിഫലിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. നിയമം പാസ്സായ പിന്നാലെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ-ഗ്വിർ വലിയ ആഘോഷത്തിലാണ്. ഞങ്ങൾ ചരിത്രം സൃഷ്ടിച്ചു, വാഗ്ദാനം നൽകി, അത് പാലിച്ചു എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ പ്രതികരിച്ചത്. മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ആഘോഷ പ്രകടനങ്ങൾ പലസ്തീൻ ജനതകൾക്കിടയിൽ വലിയ പ്രകോപനം സൃഷ്ടിച്ചിട്ടുണ്ട്. ആഘോഷങ്ങൾക്കിടയിൽ മദ്യം പങ്കുവെച്ചുകൊണ്ട് ബെൻ-ഗ്വിർ നടത്തിയ പരാമർശങ്ങൾ കൂടുതൽ വിവാദമായി. ഉടൻ തന്നെ നമ്മൾ അവരെ ഒന്നൊന്നായി നേരിടുമെന്നാണ് അദ്ദേഹം തന്റെ അനുനായികളോട് പറഞ്ഞത്. ഒരു മന്ത്രി തന്നെ ഇത്തരത്തിൽ പ്രകോപനപരമായ ഭാഷ ഉപയോഗിക്കുന്നത് രാജ്യത്തെ ക്രമസമാധാന നിലയെ ബാധിക്കുമെന്ന വിമർശനമുയരുന്നു. നിയമപരമായി ഈ ശിക്ഷാവിധി ജൂത പൗരന്മാർക്കും ബാധകമാണെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും ഇതിന് പിന്നിലെ വിവേചനം വ്യക്തമാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു. ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് മാത്രമേ വധശിക്ഷ നൽകൂ എന്ന വ്യവസ്ഥയിലൂടെ ജൂത പൗരന്മാരെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ എളുപ്പമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇതൊരു വംശീയ വിവേചന നിയമമാണെന്നാണ് പരക്കെയുള്ള ആക്ഷേപം. ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വധശിക്ഷ നടപ്പിലാക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണെന്ന് അസോസിയേഷൻ ഫോർ സിവിൽ റൈറ്റ്സ് ഇൻ ഇസ്രായേൽ അഭിപ്രായപ്പെട്ടു. നിയമം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് അവർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. 1962 നാസി കുറ്റവാളി അഡോൾഫ് ഐക്മാനെ തൂക്കിലേറ്റതിനു ശേഷം ഇസ്രായേലിൽ വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല. ദശകങ്ങളായി പിന്തുടരുന്ന ഈ കീഴ്വഴക്കമാണ് നെതന്യാഹു സർക്കാർ ഇപ്പോൾ തകർത്തിരിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ നീതിന്യായ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങൾ നിയമത്തിനെതിരെ ശക്തമായ ഭാഷയിൽ രംഗത്തെത്തിയിട്ടുണ്ട്. വധശിക്ഷ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലെന്നും ഇത് മേഖലയിലെ അക്രമങ്ങൾ വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ എന്നും ഈ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെടാൻ ഇത് കാരണമായേക്കാം. പലസ്തീൻ അതോറിറ്റിയും നിയമത്തെ ശക്തമായി അപലപിച്ചു. പലസ്തീൻ ജനതയെ വംശഹത്യ ചെയ്യാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്ന് അവർ ആരോപിച്ചു. ഈ നിയമം നിലവിൽ വരുന്നതോടെ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും സംഘർഷം കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇസ്രായേൽ സൈനിക കോടതികൾ പലപ്പോഴും പക്ഷപാതപരമായാണ് പെരുമാറുന്നതെന്ന ആക്ഷേപം നിലവിലുണ്ട്. പുതിയ നിയമം കൂടി വരുന്നതോടെ പലസ്തീനികൾക്ക് നീതി ലഭിക്കാനുള്ള സാധ്യത പൂർണ്ണമായും ഇല്ലാതാകുമെന്ന് ഭയപ്പെടുന്നു. തെളിവുകളുടെ അഭാവത്തിൽ പോലും വധശിക്ഷ നൽകാൻ ഇത് പഴുതുകൾ നൽകുന്നു. നെതന്യാഹു സർക്കാരിന്റെ നിലനിൽപ്പിന് തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ പിന്തുണ അനിവാര്യമാണ്. അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് പ്രധാനമന്ത്രി ഇത്തരം വിവാദ നിയമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതെന്ന് രാഷ്ട്രീയ എതിരാളികൾ പറയുന്നു. ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനായി മനുഷ്യാവകാശങ്ങൾ ബലികഴിക്കുകയാണെന്ന് അവർ ആരോപിച്ചു. നിയമം നടപ്പിലാക്കുന്നതിലെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. 90 ദിവസത്തിനുള്ളിൽ വധശിക്ഷ നടപ്പിലാക്കണമെന്ന നിർദ്ദേശം അപ്പീൽ നൽകാനുള്ള കുറ്റവാളിയുടെ അവകാശത്തെ ഹനിക്കുന്നതാണ്. ഇത് നീതിപീഠത്തിന്റെ അധികാരങ്ങളെ മറികടക്കാനുള്ള ശ്രമമാണെന്നും വിമർശനമുണ്ട്. ഇസ്രായേലിലെ തന്നെ ഒരു വിഭാഗം ജനങ്ങൾ നിയമത്തിനെതിരെ തെരുവിലിറങ്ങിയിട്ടുണ്ട്. ജനാധിപത്യം അപകടത്തിലാണെന്നും മതമൗലിക അവകാശം ഭരണകൂടത്തെ നയിക്കുകയാണെന്നും അവർ വിളിച്ചു പറയുന്നു. രാജ്യത്തിനകത്ത് രൂപപ്പെട്ട ഈ ഭിന്നത വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകും. അറബ് രാജ്യങ്ങൾക്കിടയിലും ഈ നിയമം വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന പല രാജ്യങ്ങളും ഈ നീക്കത്തിൽ അസ്വസ്ഥരാണ്. പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളെ ഇത് പിന്നോട്ടടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വധശിക്ഷ നടപ്പിലാക്കുന്നത് അക്രമങ്ങളെ കുറയ്ക്കില്ലെന്നും മറിച്ച് പ്രതികാര ബുദ്ധി വളർത്തുമെന്നുമാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. കൊല്ലപ്പെടുന്ന പലസ്തീനികളെ രക്തസാക്ഷികളായി ചിത്രീകരിച്ച് കൂടുതൽ യുവാക്കൾ സായുധ പോരാട്ടത്തിലേക്ക് നീങ്ങാൻ ഇത് കാരണമായേക്കാം. സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. നിയമനിർമ്മാണ സഭയുടെ അധികാരത്തിൽ കോടതി ഇടപെടരുതെന്ന് സർക്കാർ വാദിക്കുമ്പോൾ ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ റദ്ദാക്കാൻ കോടതിക്ക് അധികാരമുണ്ടെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും ഈ നീക്കം നിരീക്ഷിക്കുന്നുണ്ട്. യുദ്ധക്കുറ്റങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും ഇസ്രായേൽ ഭരണകൂടം മറുപടി പറയേണ്ടി വരുമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു. ചുരുക്കത്തിൽ ഇസ്രായേൽ പാസാക്കിയ ഈ പുതിയ നിയമം കേവലം ഒരു ശിക്ഷാവിധി മാത്രമല്ല, മറിച്ച് ഒരു ജനതയ്ക്ക് നേരെയുള്ള രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ്. ഇത് സൃഷ്ടിക്കുന്ന ഭവിഷ്യത്തുകൾ പശ്ചിമേഷ്യയെ കൂടുതൽ അസ്ഥിരതയിലേക്ക് നയിക്കുമെന്ന് ഉറപ്പാണ്.